അമൽ സുരേന്ദ്രൻ ചേരുകയാണ് ഹെലിപാഡിൽ നിന്ന്. അമൽ, ഹെലിപാഡിൽ നിന്ന് ഇത് പുറപ്പെട്ടിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഏതായാലും ഹൃദയവുമായി ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഈ ഹൃദയം കൈമാറിയിരിക്കുകയാണ് ലിസി ആശുപത്രിയുടെ അധികൃതർക്ക്. ഇവിടെ നിന്നും ആംബുലൻസ് വഴി റോഡ് മാർഗം ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരമുണ്ട് ലിസി ആശുപത്രിയിലേക്ക്. കച്ചേരിപ്പടിയും നോർത്ത് പാലവും കടന്നു വേണം അവിടെ എത്തുവാൻ. എത്രയും വേഗത്തിൽ അവിടെ എത്തുവാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കച്ചേരിപ്പടിയിലടക്കം അല്ലെങ്കിൽ നോർത്ത് പാലത്തിന്റെ അടക്കം വ്യക്തമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളാണ്. ഗതാഗത കുരുക്കുണ്ടാവാതിരിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്. ഡോക്ടർ ജോ ജോസഫ് ആയിരുന്നു ഈ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് അമൽ ബാബുവിന്റെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അമൽ ബാബുവിന്റെ ഹൃദയവുമായിട്ട് ഈ ഒരു എയർ ആംബുലൻസ് വരുമ്പോൾ ജോ ജോസഫ് ആയിരുന്നു അതിനൊപ്പം ഉണ്ടായിരുന്നത്. മലപ്പുറം സ്വദേശിയായ 33-കാരനാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വൈദ്യ പരിശോധനകൾക്കും വൈദ്യ ശാസ്ത്രപരമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകൾക്കും ലിസി ആശുപത്രി ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ജോസ് ചാക്കോ പെരുപ്പുറം ഡോക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഹൃദയവുമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ലിസി ആശുപത്രിയുടെ ആംബുലൻസും വൈദ്യശാസ്ത്ര സംഘവും ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുവാനും ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തയ്യാറെടുപ്പെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയം അവിടെ എത്തിയ ഉടൻ തന്നെ ഈ ശസ്ത്രക്രിയയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പലതരത്തിലുള്ള അടുത്ത് തന്നെ ഈ ഒരു ശസ്ത്രക്രിയ നടത്തുകയാണ് ലിസി ആശുപത്രിയിലെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയതാണ്. പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ഹൃദയം സജ്ജമായപ്പോൾ അതിന് ചേർന്ന ഒരു രോഗി ലിസി ആശുപത്രിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു ശസ്ത്രക്രിയയും പിന്നീട് ലിസി ആശുപത്രിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനോടൊപ്പം തന്നെ അമൽ ബാബുവിന്റെ മറ്റ് അവയവങ്ങളും ദാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള രോഗികൾക്കാണ് ഈ അവയവങ്ങളെല്ലാം എത്തുക. സർക്കാരിന്റെ ഹെലികോപ്റ്റർ വഴിയാണ് ഇപ്പോൾ ഏതായാലും ഹൃദയം എറണാകുളത്തെ ഹയാത്തിന്റെ ഹെലിപാഡിൽ ഇറക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഹൃദയവുമായിട്ട് ആംബുലൻസ് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത്. ശരി, അമൽ സുരേന്ദ്രനാണ് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അത് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷിനോട് ചോദിക്കാം. വിഷ്ണു ഉള്ളത് ലിസി ആശുപത്രിയിലാണ്. വിഷ്ണു, ഹൃദയം സ്വീകരിക്കുന്നത് ആരാണ്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ മലപ്പുറം സ്വദേശിയായ 31-കാരനാണ് ഹൃദയം സ്വീകരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്നലെയാണ് മലപ്പുറം സ്വദേശി ലിസി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. കുറച്ച് നാളുകളായി ലിസി ആശുപത്രിയിൽ അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സ തേടുന്നുണ്ട്. ഇന്നലെ ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും അഡ്മിറ്റ് ആകുകയുമായിരുന്നു. ഏകദേശം അരമണിക്കൂർ, അതായത് ഹൃദയം എത്തിച്ച ഒരു അരമണിക്കൂറിനകം തന്നെ ശസ്ത്രക്രിയകൾ ആരംഭിക്കാനുള്ള നടപടികളൊക്കെ ഇതിനകത്ത് പൂർത്തിയായിട്ടുണ്ട്. ജോസ് ചാക്കോ പെരുവൃത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ശസ്ത്രക്രിയ നടത്തുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഒരു 2-3 മിനിറ്റിനകം തന്നെ ഈ ഹൃദയവുമായുള്ള ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ പോലീസ് അടക്കമുള്ള ആളുകൾ ഉണ്ട്. വഴിയിൽ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്ന നിർദ്ദേശമൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലീസിന്റെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് റോഡൊക്കെ ക്ലിയർ ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താനാകും. കഴിഞ്ഞ 2 തവണ ഹൃദയം എത്തിച്ചപ്പോഴും ഒരു തവണ അങ്കമാലിയിൽ നിന്നും ഒരു തവണ ഹയാത്തിൽ നിന്നും തന്നെയാണ് എത്തിച്ചത്. അപ്പോൾ ശരവേഗത്തിലാണ് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിയത്. കേവലം 4 മിനിറ്റിൽ താഴെ മാത്രമാണ് അന്ന് ഹൃദയം എത്തിക്കാൻ സമയമെടുത്തത്. ഇന്ന് ഉച്ചസമയമാണ്. എന്നാൽ പോലും കൃത്യമായ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്തും. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിനോടകം തന്നെ എത്താറായിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 2 നോർത്ത് പാലം മാത്രമാണ് ഒരു പ്രതിസന്ധിയുള്ള മേഖല. എന്തായാലും അത് പൂർത്തിയായത് അല്പം ഇങ്ങോട്ടേക്ക് ഹൃദയം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു വലിയ ഡോക്ടർമാരുടെ സംഘം ഈ ഹൃദയത്തെ അനുഗമിച്ചുകൊണ്ട് വരുന്നുണ്ട്. ജോസഫ് അടക്കമുള്ള ആളുകളാണ് ഇന്ന് രാവിലെ ഈ അമൽ ബാബുവിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ ഹൃദയത്തെ അനുഗമിച്ച ഹെലികോപ്റ്ററിലും എയർ ആംബുലൻസിലും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹവും അതോടൊപ്പം തന്നെ ലിസിയുടെ PR രാജേഷും അടക്കമാണ് ഈ ഹൃദയവുമായി ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഈ മലപ്പുറം സ്വദേശിയായ 31-കാരൻ എന്ന് മാത്രമാണ് ഇതുവരെ ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. കൂടുതൽ വെയർഅബൌട്ട്സ് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തവണയും അതേ രീതിയാണ് അവർ ആരംഭിച്ചത്. ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷമായിരിക്കും മറ്റു പേരുവിവരങ്ങളൊക്കെ അവർ പുറത്തേക്ക് പറയുക. ലിസി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകളിൽ ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ 2 പേരുടെ ശസ്ത്രക്രിയയാണ് ഹൃദയം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട നടന്നത്. നമ്മൾ തന്നെ അത് വിപുലമായി റിപ്പോർട്ട് ചെയ്തതാണ്. അത് തുടർച്ചയായി അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിലായിരുന്നു ആ ശസ്ത്രക്രിയ നടന്നത്. 2ഉം വലിയ വിജയമായി അവർ പിന്നീട് ആശുപത്രി വിട്ടു പോകുന്നതും അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.